ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് ഒരു സ്ഥലത്ത് പോകാനാണ്. നാളെ നമ്മൾ ലിതിമോളുടെ അടുത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ അമ്മച്ചി പണി കഴിഞ്ഞാൽ രാജക്കാട് വരും. എൻ്റെ ജോലി ഒക്കെ തീർത്തിട്ട് ഞാൻ 5 മണിയുടെ ബസ്സിന് രാജക്കാട് പോവുകയാണ്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ മേടിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് നമുക്ക് രാജക്കാട് സിറ്റി അങ്ങ് തെണ്ടാം. ഓക്കെ, അപ്പോൾ വായു നമുക്ക് പോയിട്ട് വരാം. പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ബസ് 5 അരയ്ക്കാം. മാങ്ങത്തോട്ട് സിറ്റി വന്ന് നിൽക്കാം കേട്ടോ. ഇല്ല, അങ്ങനെ ഞാൻ രാജക്കാട് വന്ന ഏലിക്കുട്ടിയമ്മനെ കണ്ട്. ബസ്സിൽ ഭയങ്കര തിരക്ക്. ബസ്സിൽ പോകുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പണി കഴിഞ്ഞ് അമ്മ എത്തി. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണ്ട കേട്ടോ. അതൊക്കെ നമുക്ക് കാണാം. നമ്മളിത് ഇവിടെ 169 പുതിയ കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലിതിമോക്ക് പറ്റിയ നൈറ്റി ഉള്ളു നോക്കിയിട്ട്. നൈറ്റി പുറത്ത് നല്ല മേടിക്കാമോ? അത് പറ്റത്തില്ലായിരിക്കും, വൈറ്റ് ഇല്ല അതിൻ്റെ അകത്ത്. വെള്ളയില്ല പക്ഷെ അവക്ക് അതെനിക്ക് വേണ്ട. എടുത്ത വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട എനിക്ക് പറ്റിയ ഇരിപ്പൊന്നുമില്ല. അതൊക്കെ ആൺപിള്ളേരെ ഇരിപ്പം. ഇവിടെ തന്നെ സമയം തീരും. വന്നെടുക്കണ്ട. ഇവിടെ ചവിട്ടി ചെയ്യണം കേട്ടോ. അപ്പോൾ ചവിട്ടി എടുക്കാം. മൂന്നെണ്ണത്തിന് 160 രൂപ. ഇത് അമ്മേ പുറത്തിടാൻ ഇത് കൂട്ടുകാരനെ എടുത്താലോ? എന്നാ ഇതില് ഇത്ര മെല്ലും വേണ്ട. അത് സാറിയില്ലേ, പുറത്തിടാനല്ലേ, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ എടുക്കണം, കഴുകി ഉപയോഗിക്കുന്ന എടുക്കാം. ഇത് കൂട്ടി ചവിട്ടി കയറണിടുന്ന ഇത് പുറത്തിടാം. ഇത് കുഴപ്പമില്ല. ഇതോ റെഡോ ഇട്, ഏതെടുക്കണ്ടേ? പിന്നെ വേറെ ഇട്. ഇതും കൊള്ളാം. രണ്ടാം മതിയോ? ഒരെണ്ണോട് ഇട്. 3 അല്ലേ? ഇച്ചിരി മറ്റേ സൈസ് എടുക്കുന്ന ഇത് സൈസ്. അല്ല, ഇതെടുത്താലും മതി. നമ്മുടെ ഇത് പോവുകയല്ല, അത് പോകില്ല. ഇതാ പോകും. ആ 3 എടുത്തോ? പിന്നെ തലമുറ കിടക്കുന്ന ഒരു പാൻറ് എടുക്കാൻ പറ്റും. നോക്കട്ടെ, ഒരു പാൻറ് നോക്കട്ടെ കേട്ടോ അമ്മ. പിള്ളേരുടെ സെക്ഷനാണ്. അപ്പോൾ എനിക്കൊരു പാൻറ് വേണമെന്നുണ്ട്. നോക്കട്ടെ. പിള്ളേരെ അതല്ല സൈസ്, വലിയ സൈസ് ഇല്ലേ? കിടക്കുന്ന മാത്രമേ ഉള്ളൂ. പിള്ളേരെ ലെഹങ്കയൊക്കെ നല്ല അടിപൊളി കളർ കണ്ട സൂപ്പറാട്ടോ. കാര്യങ്ങളുണ്ട്, അടിപൊളി സാരിയാണ്. ഞങ്ങളതേ സാധനം മാത്രം മേടിച്ചുകൊണ്ടെന്ന് തൊട്ടതേ. ഇതാണ് കട. രാജക്കാട് വരുന്നോടെയാണ് കേട്ടോ. അതെ, 2 ചവിട്ടി മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിയേ. ഇനി ലിതിമോക്ക് നൈറ്റി മേടിക്കാൻ വേണ്ടി പോകണം അല്ലേ അമ്മ? ഇവിടെ നൈറ്റി നോക്കി ഉണ്ട്, പക്ഷെ ലിതിമോക്ക് ചേരുന്നില്ല. ലിതിമോക്ക് വേണ്ട കളർ വൈറ്റ് ആട്ടോ. അപ്പം അത് മേടിക്കാൻ അവിടെ ഇല്ല. ഇവിടെ എവിടെയെങ്കിലും കയറി നോക്കാം. ഭയങ്കര വിലയാണെങ്കിലും കാണിച്ചെത്തി ഉള്ളോ? അല്ലാത്ത കളർ നോക്കിയാലോ? വൈറ്റ് ഇല്ലാണ്ട് ഇതൊക്കെ ഒത്തിരി ഡാർക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു വേണം. സാധനമൊക്കെ മേടിച്ചില്ലേ? രാജാക്കാടൊക്കെ പോയി ചിറ്റി അടിച്ചു വന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അന്ന് കൊണ്ടുവന്ന പഴമാണ് കേട്ടോ. തീർന്ന ലാസ്റ്റ് പഴം അത് തീർന്നു. അതെ. അപ്പം ഞാനും അമ്മയും രാജക്കാടൊക്കെ പോയി കുറേ സാധനമൊക്കെ മേടിച്ചു.
ഇതിമോക്കുള്ള സാധനം മേടിച്ചു. നമുക്ക് വീട്ടിലേക്ക് 2 ചവിട്ടി മാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ. പാൻ്റൊക്കെ ഞാൻ എടുത്താണ്, പക്ഷെ എനിക്കത് റേറ്റ് കൂടുതലാണ്, ഞാൻ പിന്നെ വെച്ചിട്ട് പോകുന്നതാ. വേണ്ട, ഉള്ളതുകൊണ്ട് ഓണം പോലെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും അപ്പോൾ ദേ ഞാനും അമ്മ ഇറങ്ങുകയാണ് ലിതുമോളുടെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്താ ലിതുമോൾക്ക് വേണ്ട സാധനങ്ങൾ, എനിക്ക് വേണ്ട സാധനങ്ങൾ, അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോയി കുഞ്ഞാവേനെയും ലിതിനെയും കൊണ്ട് വരാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമാണ്. പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് അപ്പോൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹമൊക്കെ ഞങ്ങളുടെ ഒപ്പം വേണം. അപ്പം ഞങ്ങൾ പോട്ടെ. കഴിക്കുന്ന കാര്യം മറന്നെന്നാണോ എടുക്കാൻ മറന്നതാണോ? നന്നായി. ഞാൻ പിടിക്കാം. നമ്മളതേ ബാഗ് റെഡി ആയിട്ടുണ്ട്. അയ്യോ, ബാഗും കുട്ടിയും പാടി ദേ ഇതിൻ്റെ അകത്ത് നമ്മുടെ കുറച്ച് ഡ്രസ്സും ഇതിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ്. ഇത് ഏലിക്കുട്ടിയമ്മ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏലിക്കുട്ടിയമ്മയ്ക്ക് ചേട്ടായി ഒക്കെ വന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്താണ് ഇരിക്കുന്നതൊക്കെ ഉണ്ട്. നല്ല കളറ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചുരിദാറാണ് കേട്ടോ. അയ്യോ, വളരെ യാത്രയാകുകയാണ്. പള്ളിയിൽ നിന്നൊക്കെ പാട്ട് സാധനങ്ങളൊക്കെ ഇത് ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇത് ഇവിടെ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചത് ഇതാട്ടോ. ഇതൊരു ബിൽഡിംഗ് ആയിരുന്നു, പഴയ ബിൽഡിങ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ്. എപ്പോൾ വേണമെങ്കിലും തലയിൽ ചുരുണ്ട് വീഴാം. പിന്നെ ആ ബിൽഡിങ്ങിൽ വേസ്റ്റും അതും ഇതുമൊക്കെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ ആൾക്കാർ. സെൻട്രൽ സിറ്റിയിൽ എങ്ങനെ ഒരു ബിൽഡിങ് കിടക്കുന്നത്. ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് കാശുള്ളവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. എന്തായാലും എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര പേടി കേട്ടോ. എവിടെയെങ്കിലും ഉരുണ്ട് വീഴാം. ഗുളിക കഴിക്കുക. ഗുളിക കഴിക്കാൻ മറന്നു ഏലിക്കുട്ടിയമ്മ BP ഒക്കെ ഗുളിക കഴിക്കും. അപ്പോൾ എനിക്ക് ഈ സമയത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമാണ് കേട്ടോ. വെയിലൊക്കെ തെളിഞ്ഞ് നല്ല വെയിലുള്ള സമയത്ത് പോകുന്ന ഇഷ്ടം. കാരണം നമ്മുടെ ഇവിടുന്ന് പോകുമ്പോഴേ ഭയങ്കര തണുപ്പായിരിക്കുമേ. തണുപ്പ് കാരണം ഒരു നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും. അമ്മ 7:15 ബസ്സിന് പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ആ ബസ് അവിടെ എത്തിയപ്പോഴത്തേക്കാട്ടോ പോയത്. ഞങ്ങളിതേ രാജകുമാരി സിറ്റി വന്നിട്ട് ഇറങ്ങി നിൽക്കുകയാണേ. ഇനി ഇവിടുന്ന് നമുക്ക് കോംപ്രൈഡ് ബസ്സിന് പോകണം. അത് 8:30 ബസ് വരുന്നത്. കുറച്ച് നേരം നിൽക്കണം ഇവിടെ. ഒരു 10-15 മിനിറ്റ് കൂടുതൽ നിൽക്കണം. ഇപ്പം 10 കഴിഞ്ഞേ ഉള്ളൂ. സിറ്റി വന്നിട്ടുണ്ട്. ആ അതെ. അപ്പം നമ്മൾ പോവാ. കുറച്ച് നേരം വെയിൽ കൊള്ളാം. നല്ല രാജകുമാരി സിറ്റി ഉണർന്നു വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇരുന്ന ചളങ്ങാൻ പാത്രമൊന്നുമില്ല, തുണി മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചി ഇവിടെ ഇരിക്കാനല്ലോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. സൂര്യൻ്റെ നമ്മൾ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതെ ശരി. അപ്പോൾ ഈ കാണുന്നത് കപ്പ മരമാണ് കേട്ടോ. കപ്പയുടെ ഉള്ളിൽ കിഴങ്ങൊന്നുമില്ല, ഇങ്ങനെ മരം പോലെ നിൽക്കുന്ന കപ്പയാണ്. നമ്മൾ എത്തിയിരിക്കുന്ന പന്നിയാറുകുട്ടിയിലാണ്. പന്നിയാറുകുട്ടി പാലം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. നമ്മൾ വെള്ളത്തൂവിൽ പാലത്തിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ വെള്ളത്തൂലൊക്കെ കടന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പാറക്കൂട്ടങ്ങൾ ഒരു സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ സൈഡിലൊരു കടയുണ്ട്. ആ കടയിൽ നല്ല പഴംപൊരിയൊക്കെ കിട്ടുമെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കട ഞാൻ കാണിച്ചു തരാം. ഈ കടയാണ് കേട്ടോ അത്. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് കല്ലാർകുട്ടി ഡാമിലേക്കാണ്. നല്ല രസമുള്ള ഡാമാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഇത് കെട്ടിയിട്ട് ഇവിടെ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര വാർത്തയായിട്ടുണ്ടായിരുന്നു, മീനെ പിടിക്കുന്നതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഡാം കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻ കേസ് എല്ലാം കണ്ടിട്ടില്ലെങ്കിൽ ഡാം കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ വഴി രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. ഒന്ന് പാമ്പള വഴി, മറ്റൊന്ന് അടിമാലി വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളന്ന് ലിജിമോളൊക്കെ വന്നപ്പോൾ പാമ്പള വഴിയാണ് പോയത്. ഇപ്രാവശ്യം നമ്മൾ അടിമാലി വഴിയാണ് പോകുന്നത്. അടിമാലി പിന്നെ നേര്യമംഗലം കാടൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. അടിമാലി എടുത്തിട്ടുണ്ട്. നോക്ക് എങ്ങനെയുണ്ട് യാത്ര. 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് ട്രെയിൻ വേണ്ടതായിരുന്നു അല്ലേ. മെയിനായിട്ട് നമുക്ക് ട്രെയിനൊക്കെ ഉണ്ടായിരുന്ന സുഖമായിരുന്നു. ബസ്സിലിങ്ങനെ 200 പേരുണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ എണീച്ച് പോകാൻ പിന്നെ എന്നിട്ട് നലിയാം. നല്ല ഉറക്കമൊക്കെ വരുന്നു. ചെറുതായിട്ടൊന്ന് ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് ബാക്കി വിശേഷമൊക്കെ കാണിച്ചു തരട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അടിമാലി കഴിയുമ്പോൾ ഇതുപോലെ മണ്ണിടിച്ചിലുള്ള കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവിടെ റോഡ് പണിയൊക്കെ നടക്കുകയാണേ. അപ്പോൾ നേര്യമംഗലം കാട് കഴിയാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴാണ് എല്ലാ മലയിലും ഇതുപോലെ ഇലയൊക്കെ പൊഴിച്ച് മരങ്ങൾ നിൽക്കുന്നതും പിന്നെ തീ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പുല്ലുകളും എല്ലാം കത്തി നിൽക്കുക. ഇപ്പോൾ വേനൽ സമയം ആയതുകൊണ്ട് പുല്ലുകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണല്ലോ. ഒരു തീയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുല്ലൊക്കെ അങ്ങോട്ട് കത്തും. അതുപോലെ ഇതേ കത്തി നിൽക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേര്യമംഗലം പാലം കയറുകയാണെ. പുതിയതായിട്ട് പാലം അപ്പുറം പണിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേര്യമംഗലം പാലം എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ്. നമ്മൾ ഇടുക്കിയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും ഈ പാലത്തിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് രസമാണ് കേട്ടോ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാനായിട്ട്. വയലിൽ ഇങ്ങനെ കച്ചി കെട്ടി വെച്ചിരിക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ ഉരുട്ട് കിട്ടി. അപ്പോൾ ഞാനതങ്ങനെ തന്നെ ശ്രദ്ധിക്കാൻ ആദ്യം കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാനൊരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ പാടത്ത് ഇങ്ങനെ കച്ചി കെട്ടി വെച്ചേക്കുന്നത് കാണുന്നത് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക പഴയകാല ഓർമ്മകളൊക്കെ വരുവേ. ഞാനാണ് കോതമംഗലം വന്നിട്ട് ഞങ്ങൾ എന്തോ തന്നെ കടല കഴിക്കണം. 20 രൂപ കടയിൽ നിന്ന് മുട്ട ഇവിടെ വണ്ടിയിൽ കൊണ്ടിരുന്ന കടലൊക്കെ കഴിച്ചുകൊണ്ട് കയ്യിൽക്കിട്ടാണ്. അങ്ങനെ നമ്മൾ വന്ന് ഇതേ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. പെരുമ്പാവൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും അവിടെ ഭായിമാരെയാണല്ലോ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് കൂടുതലും കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ അങ്ങനെ ഞങ്ങളത് വൈറ്റിലേക്ക് ക്യാമ്പസ് കയറിയിട്ടോ. അരൂര് വന്നു കേട്ടോ. അരൂര് വന്നിട്ട് അമ്മയ്ക്ക് കുറവ് ഇങ്ങോട്ട് പോയി. അമ്മ വരുന്നുണ്ട്. അതിൽ ഇതിക്ക് നോക്കും ആദ്യമുള്ള കുറച്ച് സാധനം മേടിച്ചു. വീട്ടിലേക്കൊരു നാളത്തെ ആവശ്യത്തിന് ഒരു ബക്കറ്റ് മേടിക്കണം കേട്ടോ. ആ ബക്കറ്റ് മേടിക്കാനായിട്ട് പോവാണേ. എവിടെ ഒരു ബക്കറ്റ് കട ഉണ്ടായിരുന്നേ, പക്ഷെ അത് തുറന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകും. പള്ളി അരൂര് പള്ളി. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റിയേ. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചു
പോവല്ലേ? അടുത്തോ? ഇല്ലേ? എന്തൊരു ചൂട് ഇപ്പൊ. ഇല്ല പോന്നെ തണുപ്പത്ത് നിന്നിട്ട് പെട്ടെന്ന് ചൂടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. നേരത്തെ ഇവിടെ ആയിരുന്നു കേട്ടോ ബസ് സ്റ്റോപ്പും സ്റ്റാൻഡും. അല്ല ഓട്ടോ സ്റ്റാൻഡ്. നമ്മളെ ഷോപ്പർ മേടിച്ച കടയിൽ പക്കത്ത് കാണും. ആ അതിവിടെയാ. ഇതെവിടെ? വൈകുന്നേരം വന്ന് എനിക്കൊരു ചെരുപ്പ് മേടിക്കണം. അവരെയും കൂട്ടിക്കൊണ്ട് വരാം. അവിടുന്ന് ഞാൻ ഈ ചെരുപ്പ് മേടിച്ചേ. തുറന്നിട്ടില്ല. ഇത് മെട്രോ അവിടുന്ന് മേടിച്ചേ. ആദിയുടെ ഒരു ചാട്ടമൊക്കെ കാണാം കേട്ടോ. കാണും, ചില റോട്ടിൽ കാണും. അവിടെ കാണും. ഈ ചേട്ടൻ്റെ അടുത്തുണ്ട് ഇവിടുന്ന് മേടിക്കാം. തൽക്കാലം 10 100 രൂപ 250 രൂപ കിട്ടും. അത് വലിയ ഭാഗം ഇത് പിടിച്ചോ. സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ നടന്നാൽ കളിയിട്ട് ഇവിടെ എവിടെയെങ്കിലും കാണുമോ? മതി എത്താറായിട്ടുണ്ട് കേട്ടോ. അതിനെ വിളിക്കുന്നേ. അതെ ഇന്നില്ലായിരുന്നോ? ഇന്നില്ലായിരുന്നോ? ആ മീൻ വറുത്തതിനൊക്കെ മണം വരുന്നുണ്ടല്ലോ. എത്ര മേടിച്ചു? അത് വിട്, വെയിറ്റ് അത് വിട്. എടാ എവിടുന്ന് വെക്കട്ടെ മാർക്കി. ഓ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ചേച്ചി അപ്പൊ ഞങ്ങള് നടന്നു വന്നതാണ്. വലിയ ലൈറ്റ് ആണെന്ന് തോന്നുന്നു. നിനക്ക് ആവുമോ? അവൻ ചോറ് കഴിക്കുന്നില്ലേ? അവൻ ചോറ് പയ്യെ പോണം. ചോറ് ഒന്നും ചെയ്യണ്ട, കഴിയട. നോക്കട്ടെ, ഇത് അടിക്കണായിരിക്കും. അത് അടക്കുമ്പോ ശരിയായി. ഒത്തിരി ഇതായിട്ട് കുഞ്ഞൻ മത്തി അപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു. മീൻ കറി. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോകണം. നല്ല തോരന്, മീൻ ചമ്മന്തി, മീൻ വറുത്തത്, മീൻ കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വന്നു. ഇനി നാളെ ഹോസ്പിറ്റലിൽ പോകണം. അതൊക്കെയാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്യുക. നമ്മുടെ അടുത്ത ദിവസങ്ങളിലൊക്കെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ നിങ്ങൾ വീഡിയോ കാണുക. ഓക്കെ, ബൈ.